അപ്പോൾ ഇന്ന് നമ്മുടെ CTM റുട്ടീനിന്റെ തേർഡ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പായ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ലാസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ് കേട്ടോ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ CTM റുട്ടീനിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഞാൻ ഓയിലി സ്കിന്നിനെ കുറിച്ചിട്ട് ആദ്യമേ തന്നെ പറയാം. ഓയിലി സ്കിന്നുള്ള ആൾക്കാരുടെ കുറച്ച് ധാരണയുണ്ട്, തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവർക്ക് മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല, അവരുടെ സ്കിൻ ഓൾറെഡി ഓയിലി ആണല്ലോ, പിന്നെ എന്തിനാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഓയിലി സ്കിൻ ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, നമ്മൾ ഇന്റേണൽ ഹൈഡ്രേഷൻ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഔട്ടർ ഹൈഡ്രേഷനും കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ എന്ന സാധനം അപ്ലൈ ചെയ്യുന്നത് തന്നെ. ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഒട്ടും ഈ ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കരുത്. അവർക്ക് ഓയിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ടല്ലോ, നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസ് ആക്കുന്നതും നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറിനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഈ CTM റുട്ടീനിൽ ലാസ്റ്റിൽ തന്നെ എന്തിനാ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു, നമ്മുടെ പോർസ് ഒക്കെ ഓപ്പൺ ആയി, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോണർ അപ്ലൈ ചെയ്തു, നമ്മുടെ പോർസ് ഒക്കെ ക്ലോസ് ആയി. നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഫേസിലോട്ട് അഴുക്ക്, ഡേർട്ട്, പൊടി അതൊന്നും നമ്മുടെ ഫേസിൽ വരരുത് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഫേസിൽ ഒരു ലെയർ വരും അല്ലെ, ഒരു കവറിങ് വരും. അപ്പം ആ മോയ്സ്ചറൈസർ നമുക്ക് ഹൈഡ്രേഷൻ തരുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന അഴുക്ക്, പൊടി, ഡസ്റ്റ് ഒക്കെ നമ്മുടെ ഫേസിലോട്ട് ആവാനായിട്ട് സമ്മതിക്കില്ല. മോയ്സ്ചറൈസർ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആ പൊടിയൊന്നും നമ്മുടെ ഫേസിലോട്ട്, നമ്മുടെ ക്ലീൻ ഫേസിലോട്ട് വരാണ്ട്, നമുക്ക് പിമ്പിൾസ് ഒന്നും വരാണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒന്നും വരാണ്ട് നല്ലൊരു കാവൽക്കാരനെ പോലെയാണ് ഈ മോയ്സ്ചറൈസർ ആക്ട് ചെയ്യുന്നത്. ഇനി മോയ്സ്ചറൈസർ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം? ഒരു ഓയിലി സ്കിന്നുള്ള ആളാണെങ്കിൽ എപ്പോഴും ഒരു വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതല്ല നേരെ ഓപ്പോസിറ്റ് ഒരു ഡ്രൈ സ്കിന്നുള്ള ആളാണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. അതായത് നിങ്ങളുടെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് നേരത്തേക്ക് സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഷിയ ബട്ടർ ഉള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതല്ല എന്നെ പോലെയുള്ള ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ ആണെങ്കിൽ ജെൽ ഫോമിലൊക്കെ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് കിട്ടും. അതാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എന്താ പറ്റുന്നത്, ഒട്ടും സ്റ്റിക്കി ആയിട്ട് വരില്ല, ഒട്ടും ഓയിലിനെസ് നമ്മുടെ ഫേസിന് വരത്തില്ല. സ്റ്റിക്കിനെസ്, ഓയിലിനെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. എന്തോ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, നാച്ചുറലി അങ്ങനെ വരും. അതുകൊണ്ടാണ് വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ ഫേസ് എത്ര ഡ്രൈ ആയിട്ടിരിക്കുന്നോ അത്രയും വേഗം നമുക്ക് റിങ്കിൾസിന്റെ പ്രശ്നം വരും. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റിങ്കിൾസ് ലോങ് റണ്ണിൽ റിങ്കിൾസ് വരാനുള്ള ചാൻസസ് ഒരുപാട് കുറവാണ്. അപ്പം നിങ്ങൾ എല്ലാവരും മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ CTM റുട്ടീൻ പകലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റ് ആയിട്ടും ഇടേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ, SPF എന്ന് പറയുന്നത്. അതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സിറം അപ്ലൈ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല ഒരു SPFന്റെ സൺസ്ക്രീൻ, നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിന് പറ്റുന്ന സൺസ്ക്രീൻ, നിങ്ങൾ പെട്ടെന്ന് ടാൻ ആവുന്ന ആളാണെങ്കിൽ 50+ ഉള്ള സൺസ്ക്രീൻ ഒക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. രാത്രിയിലാണ് CTM ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു സീറം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട്
നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സീറം വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഏതാണ് കുറച്ച് നിങ്ങളുടെ സ്കിന്നിന് നല്ലത് എന്ന് തോന്നുന്നത്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ മോയ്സ്ചറൈസറിൻ്റെ ടോപ്പിക്കും ഇവിടെ കഴിഞ്ഞേക്കാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ CTM റുട്ടീൻ മനസ്സിലായി എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയറും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.